നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റാപ്പർ വേടൻ ഇപ്പോൾ ഒളിവിലാണ്. ബലാത്സംഗ കേസ് ഉണ്ടായതിനു ശേഷം റാപ്പർ വേടനെ പുറത്ത് കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ, അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായി. ഇപ്പോൾ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വേടൻ ഒളിവിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇനി അന്വേഷണം വ്യാപിപ്പിക്കുക എന്ന് മാത്രമാണ് ഒരു നടപടി എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് കടക്കുകയാണ് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. കേസിൽ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി തുടങ്ങിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുറ്റ വിമലാദിത്യ വ്യക്തമാക്കുന്നു. തന്നെ പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആദ്യം ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പെൺകുട്ടിയെ റാപ്പർ വേടൻ പീഡിപ്പിച്ചു എന്നാണ് 31കാരിയായിട്ടുള്ള യുവ ഡോക്ടർ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഇതിന് പിന്നാലെ കേസെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെ കേസിൽ പെടുത്തുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ജാമ്യാപേക്ഷയിൽ വേടൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു ഇവരുടെ ശ്രമമെന്നും പരാതിക്കാരി ആരാധിക എന്ന നിലയിൽ തന്നെ സമീപിച്ചിരുന്നു എന്നും റാപ്പർ വേടൻ പറഞ്ഞിരുന്നു. അഭിപ്രായ വ്യത്യാസമാണ് പരാതിക്ക് പിന്നിലെ കാരണമെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ പിന്നീട് വേടൻ ഒളിവിൽ പോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. റാപ്പർ വേടന്റെ ഒരു കരിയർ ബ്രേക്ക് അല്ലെങ്കിൽ കരിയറിൽ ഏറ്റവും ഉയർന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള പരാതികളും ഒക്കെ ഉയരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, 1-2 മാസങ്ങൾക്ക് മുമ്പ് ഏറെ വിവാദപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ റാപ്പർ വേടൻ ഇടപെട്ടിരുന്നു. അല്ലെങ്കിൽ റാപ്പർ വേടന്റെ പേര് നമ്മൾ കേട്ടതാണ്. അതായത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ റാപ്പർ വേടന്റെ വീട്ടിലേക്ക് പെട്ടെന്നൊരു റെയ്ഡ് നടത്തുന്നു. അവിടെ നിന്ന് ഏകദേശം ചെറിയ രീതിയിലുള്ള കഞ്ചാവ് പിടിച്ചെടുക്കുന്നു. അതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായി. റാപ്പർ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും 2 വിഭാഗം ആളുകൾ കേരളത്തിൽ ഉടലെടുക്കുകയും ചെയ്തു. തെറ്റ് ആര് ചെയ്താലും തെറ്റാകുമെന്നാണ് റാപ്പർ വേടനെ എതിർത്ത വിഭാഗം പറഞ്ഞിരുന്നത്. മറുവശത്ത് റാപ്പർ വേടന്റെ വീട്ടിൽ നിന്ന് 8ഓളം ആളുകളുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് വെറും നിസാരമായിട്ടുള്ള അളവിലുള്ള കഞ്ചാവാണ് എന്നും അത് സാധാരണഗതിയിൽ നിയമപരമായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വലിയ കുറ്റങ്ങളല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നു. സർക്കാരിനെതിരെയും റാപ്പർ വേടന്റെ പാട്ടിൽ പരാമർശിക്കപ്പെടുന്ന തെറ്റ് ചെയ്യുന്നവർക്കെതിരെ തുറന്നടിക്കുന്ന രീതിക്കെതിരെയും ഒക്കെയുള്ള ഒരു രീതി, അതാണ് റാപ്പർ വേടനെതിരെ ഇത്തരം ഒരു ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയരാനുള്ള സാഹചര്യം ഒരുക്കിയതെന്ന് അന്ന് റാപ്പറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞതാണ്. പക്ഷേ റാപ്പർ വേടനെ അനുകൂലിക്കുന്നവരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളാണ് പിന്നീട് ഉണ്ടായത്. പല പെൺകുട്ടികളും രംഗത്തെത്തി റാപ്പർ വേടൻ തനിക്കെതിരെ തന്നോട് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് മോശമായി ബിഹേവ് ചെയ്തു എന്നതടക്കമുള്ള പരാതികൾ, ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. അതിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു യുവ ഡോക്ടർ റാപ്പർ വേടനെതിരെ നിയമപരമായിട്ടുള്ള പരാതി നൽകിയത്. എന്തായാലും ഇവർ മ്യൂച്വൽ തീരുമാനത്തിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അത്തരം ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ന്യായീകരണമായിട്ട് ഒരു പക്ഷം പറയുമ്പോൾ, മറുവശത്ത് പെൺകുട്ടി പരാതി നൽകിയാൽ അത് പരാതി തന്നെയാണ് എന്നുള്ള രീതിയിലും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് വേടൻ ഒളിവിൽ പോയിരിക്കുന്നത്. വേടന്റെ ഒളിവ് എന്ന് പറയുമ്പോൾ, വേടൻ ഒളിവിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തിനാണ്, തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഉയരാൻ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായിട്ടുള്ള ജാമ്യാപേക്ഷ നൽകിയത്. പിന്നീട് റാപ്പർ വേടനെ കാണാതാകുന്നു. റാപ്പർ വേടൻ ഒളിവിൽ പോകുന്നു. സംഗീത പരിപാടി, റാപ്പർ വേടൻ നിശ്ചയിച്ചിരുന്ന പല സംഗീത പരിപാടികളും മാറ്റിവെക്കുന്നു. അതോടെയാണ് റാപ്പർ ഒളിവിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന പരിപാടിയാണ് സംഭവത്തിന് പിന്നാലെ ഏറ്റവും പെട്ടെന്ന് തന്നെ മാറ്റിവെച്ച പരിപാടി. ശനിയാഴ്ച പരിപാടി നടക്കാനിരിക്കെ റാപ്പർ എത്തില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ
ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിയതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പരിപാടിക്ക് എത്തിക്കഴിഞ്ഞാൽ റാപ്പറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു ഒളിവിൽ പോകലെന്നാണ് സൂചന. അതേസമയം മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായ റാപ്പർ വേടൻ കോടതിയെ സമീപിച്ച സാഹചര്യമായിരുന്നു. കേസിൽ തൃക്കാക്കര SP-യുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നു വരുന്നത്. ഇൻഫോ പാർക്ക് SHOയ്ക്കാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് നിലവിലത്തെ ചുമതല എന്നാണ് സൂചന. അതേസമയം വേടനുമായി യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസുകാർ ഇപ്പോൾ സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 5 തവണ പീഡനം നടത്തിയെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചു എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതി മൊഴിയിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. 2023 ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതായി എന്നും യുവതി വെളിപ്പെടുത്തുന്നു. പിന്മാറ്റം മാനസികമായി തകർത്ത് തന്നെ ഡിപ്രഷനിലേക്ക് എത്തിച്ചു എന്നും യുവതി ആരോപിക്കുന്നുണ്ട്. പലപ്പോഴായി 31,000-ലധികം രൂപ വേടന് കൈമാറിയിട്ടുണ്ട് എന്നും യുവതി വ്യക്തമാക്കുന്നു. ഇവയുടെ അക്കൗണ്ട് GPay വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും സംഭവത്തിന് ശേഷം റാപ്പർ വേടൻ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം.